മുസ്ലിം ലീഗ് ആദ്യമായിട്ട് 13 സീറ്റാണ് അവർക്കുണ്ടായിരുന്നത്. ഈ 13 സീറ്റുള്ള ലീഗ് 967 മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ സംസ്ഥാനത്ത് അന്നുവരെ കേട്ടുകേൾവില്ലാത്ത രീതിയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ല രൂപപ്പെടുകയാണ് കേരളത്തിൽ. മലപ്പുറം എന്ന് പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലൊരു ജില്ല മുസ്ലിം ലീഗ് കേരളത്തിലൊരു മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ രൂപപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ലീഗിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണെന്ന് ഈ ഒരു ഇൻസിഡന്റിലൂടെ തന്നെ നമുക്ക് കാണിക്കാം. മാറാടിന്റെ വിഷയത്തിൽ കാണിക്കാം, അല്ലെങ്കിൽ 92 അയോധ്യ വിഷയത്തിന്റെ പേരിൽ മലപ്പുറത്ത് നടന്നിട്ടുള്ള തുടർച്ചയായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ മുസ്ലിം ലീഗ് ഒരു കമ്മ്യൂണൽ സ്വഭാവമുള്ള സംഘടനയാണ്. മാത്രമല്ല നമുക്കറിയാമല്ലോ, നമ്മുടെ രാഷ്ട്രത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട സംഘടനയാണ്. ടു നേഷൻ തിയറി ഉണ്ടാക്കിയത് ആരാണ്? എന്തിനാണ് 947 മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ മഹത്തരമായ ദേശത്തെ വെട്ടി വിഭജിച്ചത്? അപ്പോൾ ആ വിഭജനത്തിന് കാരണമായ എല്ലാ അടിസ്ഥാനത്തിലും മതരാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ SDPI-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സിമിയുടെയും ആശയങ്ങൾ കേരള നിയമസഭയ്ക്ക് അകത്തു പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. അങ്ങനെയുള്ള ലീഗ് കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നുവെന്ന് പറയുമ്പോൾ അത് 2014 മുമ്പുള്ള ജമ്മു കശ്മീരിന്റെ സാഹചര്യത്തിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് എന്റെ ഒരു അഭിപ്രായം.